കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 150 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കഴിഞ്ഞ മാസം ആദ്യം 100 കോടി രൂപ നൽകിയിരുന്നു. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ 2695 കോടി രൂപയാണ് പദ്ധതിക്കായി നൽകിയത്. ഇതിൽ കേന്ദ്ര സർക്കാർ വിഹിതം വർഷം 151 കോടി രൂപ മാത്രമാണ്. എസ് ഷീജ ചേരുകയാണ്. ഷീജ, വിവരങ്ങൾ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അതിൽ കൃത്യമായ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ ഇടപെട്ട് അതിന് ആവശ്യമായ തുക നൽകി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ധനവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇതിൻ പ്രകാരം ഏതായാലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അനുവദിച്ചിരിക്കുന്നത് 150 കോടി രൂപയാണ്. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മാസം ആദ്യം 100 കോടി രൂപ ഇതിനു വേണ്ടി നൽകിയിരുന്നു. ഇതോടുകൂടി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുവരെയായി 2695 കോടി രൂപയാണ് പദ്ധതിക്കായി നൽകിയത്. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്ന് പറയുന്നത് ഒരു വർഷം 151 കോടി രൂപ മാത്രമാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ മാത്രമായാണ് ഈ ഒരു പദ്ധതിയിലൂടെ സഹായം ലഭിക്കുക. ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന തരത്തിൽ വരെ ചില വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല, കൃത്യമായ രീതിയിൽ കാരുണ്യ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇത്തരത്തിലുള്ള പദ്ധതിക്കുള്ള തുക അത് കൃത്യമായി തന്നെ നൽകും എന്നതുകൂടിയാണ് ഇപ്പോൾ ധനവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ഷീജ.